വർഗീയതയുമായി സ്ഥിരസന്ധി ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രതിഭാസമാണ് കേരളത്തിലെ UDF, വിശേഷിച്ച് കോൺഗ്രസ് പാർട്ടി. കേരളത്തിന്റെ ഒരു തരത്തിലുള്ള മുന്നേറ്റത്തിനും ഗുണപരമായ ഒരു പങ്ക് അവർ വഹിച്ചിട്ടില്ല. കേരളത്തിന്റെ സാമൂഹ്യ തുല്യതയ്ക്ക് വേണ്ടിയുള്ള നല്ല പ്രവർത്തനത്തിൽ, കാർഷിക പരിഷ്കരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ, നമ്മുടെ സാക്ഷരതാ പ്രസ്ഥാനത്തിൽ, ഇപ്പൊ നടക്കുന്ന സാമൂഹ്യ സുരക്ഷാ മുന്നേറ്റത്തിലൊക്കെ തന്നെ നെഗറ്റീവ് റോളാണ്. കേരളത്തിന്റെ ശരിയായ വളർച്ചയ്ക്ക് പ്രതിബന്ധമുണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് റോളാണ് ഇവരുടെ. അപ്പോ അത് വളർച്ചയ്ക്കല്ല, തളർച്ചയ്ക്കാണ്. ആ UDF പരിശ്രമങ്ങളാണ് എല്ലാ കാലത്തും വരെ നടത്തി പോകുന്നുള്ളത്. അപ്പൊ സ്ഥിരമായി വർഗീയതയുമായി സന്ധി എന്താണ് UDFന്റെ വ്യക്തിത്വം. ഹിന്ദുത്വ വർഗീയതയുമായിട്ട് ഒരു സന്ധി ചെയ്യാറുണ്ട്. മുസ്ലിം വർഗീയതയുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു സ്ഥിര സഖ്യം അവര് അനേക ദശാബ്ദങ്ങളായിട്ട് നിലനിർത്തുകയാണ്. അതുവഴി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചു പോന്നിട്ടുള്ളത്. എന്നാൽ ഇടതുപക്ഷം അത്തരം നിലപാടുകളില്ലാതെ സുവ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ ഇക്കാര്യത്തിലെല്ലാം സ്വീകരിച്ചതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ കേരളീയ സമൂഹത്തിൽ ഇവർക്കുണ്ടായിരുന്ന സ്വാധീനത്തിന് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. വർഗീയതയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ടല്ലാതെ ഒരിക്കലും കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇത് വിലയിരുത്താൻ പോവുകയാണ്. ഒരു ബദൽ രാഷ്ട്രീയ സമീപനം കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കാനും കോൺഗ്രസിൽ ഇല്ല, അവർക്ക് സാധിക്കുന്നുമില്ല. അപ്പൊ അവസരവാദപരമായ നിലപാടുകളിലൂടെ കോൺഗ്രസും UDFും ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുകയാണ്. അവര് എല്ലാ വർഗീയതയുമായി സന്ധി ചെയ്തിരിക്കുകയാണ്.